ഇന്ത്യൻ വ്യോമസേനാ ചരിത്രത്തിലെ നിർണായകമായ സംഭവമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനെതിരായി ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിൽ തീമഴ പെയ്യിപ്പിച്ചു. തുടർന്ന് പാകിസ്ഥാൻ F-60, JF-70 വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു. സ്മാർട്ട് ബോംബുകളും ഗ്ലൈഡഡ് ബോംബുകളും ഉപയോഗിച്ച് അവർ നമുക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി. ആ ആക്രമണങ്ങളെ നമ്മളന്ന് പ്രതിരോധിച്ചത് മിസൈലുകളും ജവാന്മാരുടെ ആത്മവീര്യവും കൈമുതലാക്കിയായിരുന്നു. പാകിസ്ഥാൻ തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും വാങ്ങിക്കൂട്ടിയ ആയുധങ്ങളെ പ്രതിരോധിക്കാനായി വലിയൊരു തുക നമുക്ക് ചിലവഴിക്കേണ്ടി വന്നു. എതിരാളികൾ നടത്തുന്ന വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ചിലവ് കുറഞ്ഞ ഒരു മാർഗം വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധർ അന്ന് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ ഫലമാണ് ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ നട്ടലായ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ പണിപ്പുരയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഡയറക്ട് എനർജി വെപ്പൺ അഥവാ ലേസർ വെപ്പൺസ്. ഇത് എങ്ങനെയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയെ മാറ്റിമറിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നത് പോലെ അതിശക്തമായ ലേസർ രശ്മികൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ ഡ്രോണുകളെയോ മിസൈലുകളെയോ തകർക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്. നിലവിൽ 2 അത്യാധുനിക ലേസർ സിസ്റ്റങ്ങളാണ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദുർഗ 1ഉം ദുർഗ 2ഉം. 100 മുതൽ 150 കിലോവാട്ട് കരുത്തുള്ള ദുർഗ 1 12 കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ പ്രവർത്തിക്കും. 250 മുതൽ 300 കിലോവാട്ട് വരെ കരുത്തുള്ള വമ്പൻ ലേസർ ആയുധമാണ് ദുർഗ 2. ഇത് സൂപ്പർസോണിക് മിസൈലുകളെ പോലും 10 മുതൽ 20 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ കരിച്ചു കളയും. വെളിച്ചത്തിന്റെ വേഗതയിൽ ഇന്ത്യയുടെ ഈ വജ്രായുധം സഞ്ചരിക്കും. അക്യുറസിയാണ് ഇതിന്റെ പ്രധാന സവിശേഷത. അതായത് അതിർത്തി കടന്നു വരുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും മർമ്മത്തിനിട്ട് തന്നെ പ്രഹരമേൽപ്പിക്കാൻ ഈ ലേസർ സിസ്റ്റങ്ങൾക്ക് സാധിക്കും. ഒരു തവണ ലേസർ പ്രയോഗിക്കാൻ വെറും 100-200 രൂപ മാത്രമേ ചിലവ് വരൂ. ഇത് പ്രവർത്തിക്കുന്നത് 3 ഘട്ടങ്ങളിലായാണ്. ലേസർ ആയുധത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം ശത്രുവിന്റെ മിസൈലുകളുടെ സെൻസറുകളാണ്. മിസൈലുകൾ ലക്ഷ്യം കണ്ടെത്താൻ ഇലക്ട്രോ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസറുകളാണ് ഉപയോഗിക്കാറുള്ളത്. ലേസർ രശ്മികൾ ഈ സെൻസറുകളിലേക്ക് പതിക്കുമ്പോൾ അവയുടെ സെൻസറുകൾ പ്രവർത്തിക്കാതെയാകുന്നു. ഇതോടെ മിസൈലിന് ദിശ തെറ്റുന്നു. കൂടാതെ ലേസർ അതിശക്തമായ താപോർജ്ജം പുറപ്പെടുവിക്കുന്നു. ഇത് മിസൈലിന്റെയോ ഡ്രോണിന്റെയോ പ്രധാന ഭാഗങ്ങളെ ഉരുക്കി കളയുന്നു. തുടർന്ന് അവിടുത്തെ താപനില കുത്തനെ ഉയരും. ഈ ചൂട് മിസൈലിനുള്ളിലെ സ്ഫോടക വസ്തുക്കളിലേക്ക് പടരുകയും പുറത്തുനിന്ന് ആയുധമൊന്നും പ്രയോഗിക്കാതെ തന്നെ ആന്തരികമായ താപം മൂലം മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ സ്വയം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. സാധാരണ തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ട ദൂരം കൂടുന്തോറും കാറ്റിന്റെയോ ഗുരുത്വാകർഷണ ബലത്തിന്റെയോ സ്വാധീനം മൂലം അവയുടെ ലക്ഷ്യം മാറിയേക്കാം. എന്നാൽ ലേസർ പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാലും അതിന് ഭാരമില്ലാത്തതിനാലും ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിനെ ബാധിക്കാറില്ല. അതിനാൽ വളരെ അകലെയുള്ള ഏത് ലക്ഷ്യവും കൃത്യമായി ഭേദിക്കാൻ ഇതിന് സാധിക്കും. ദുർഗ 1, ദുർഗ 2 എന്നീ ആയുധങ്ങളുടെ പരീക്ഷണങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. 2027 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ 30 കിലോവാട്ട് ലേസർ ഡെമോൺസ്ട്രേറ്റർ പുറത്തിറങ്ങും. ഇത് ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള ശക്തമായ താക്കീതാണ്. യുദ്ധകളത്തിലെ നിയമങ്ങൾ മാറുകയാണ്. മിസൈലുകളുടെ യുഗം അവസാനിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ലേസറുകൾ ഇനി ചരിത്രം കുറിക്കും. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണിത്. അമേരിക്കയും ഇസ്രായേലും റഷ്യയും അടക്കി വാണിരുന്ന ലേസർ സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്ക് ഇന്ത്യയും കടന്നു വരികയാണ്. ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരുന്ന കാലത്തു നിന്നും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന സാങ്കേതിക വിദ്യകൾ സ്വന്തമായി വികസിപ്പിക്കുന്ന ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. അത്യാധുനികമായ സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ അറിവും സമന്വയിപ്പിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തികളിലൊന്നായി ഇന്ത്യ മാറുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്.